അപ്പൊ ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ ഹീറോ ഉടനെ ആ മണിയെടുത്ത് ബാസ്ക്കറ്റിൽ ഇടാൻ നോക്കുന്നു. പക്ഷെ ബാക്കി സ്റ്റുഡൻസ് എല്ലാം വന്ന് ഞാൻ മണിയിടാം എന്ന് പറഞ്ഞ് പരസ്പരം അടികൂടാൻ തുടങ്ങി. ഈ ബഹളം കേട്ട പൂച്ച ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അവിടെയുള്ള എല്ലാവരെയും അള്ളിക്കീറി കൊല്ലാൻ തുടങ്ങി. അപ്പോഴാണ് ഹീറോ താഴെ കിടന്ന ഒരു പൊട്ടിയ ബാസ്കറ്റ് ബോൾ കണ്ടത്. ഉടനെ അവനൊരു ഐഡിയ തോന്നി. മണി ഹീറോയിനോട് എടുക്കാൻ പറഞ്ഞ് ബാസ്കറ്റ് ബോൾ അവനും എടുത്ത് നേരെ സ്റ്റോർ റൂമിലേക്ക് ഓടുന്നു. എന്തിനാണെന്ന് വെച്ചാൽ 2 തുണിയെടുത്ത് ഒന്നില് ബാസ്കറ്റ് ബോളും മറ്റതില് പൊട്ടിയ ബോളിന്റെ ഉള്ളില് മണിയും വെച്ചിട്ട് രണ്ടും കൂടി തുണിയിൽ പൊതിഞ്ഞ് പൂച്ചയുടെ അടുത്തേക്ക് ഓടുന്നു. അപ്പൊ പൂച്ച ഏത് തുണിക്കകത്താണ് മണി ഇരിക്കുന്നത് എന്നോർത്ത് കൺഫ്യൂസ് ആവുകയാണ്. എന്നിട്ട് അവര് രണ്ടുപേരും വേറെ വേറെ ഡയറക്ഷനിലേക്ക് ഓടിച്ചെന്ന് ബോൾ ബാസ്കറ്റിൽ ഇടാൻ പോകുന്നു. അപ്പൊ ഹീറോ മനഃപൂർവ്വം ചെറുതായിട്ട് തുണിയുടെ ഇടയിൽ കൂടി അവന്റെ കയ്യിലാണ് ബോൾ എന്ന് പൂച്ചയെ കാണിക്കുകയാണ്. ഇത് കണ്ട പൂച്ച അവനെ നോക്കി ചിരിച്ചിട്ട് ആ പെണ്ണിന്റെ കയ്യിലാണ് മണി എന്ന് വെച്ച് ബോൾ തട്ടിക്കളയുന്നു. ആ സമയം ഹീറോ മണി പൊക്കി ബാസ്കറ്റിൽ ഇട്ടതും അത് ജസ്റ്റ് മിസ്സിൽ ബാസ്കറ്റിൽ തട്ടി മാറി വീഴാണ്. അപ്പോ സമയം തീർന്നെന്ന് വെച്ച് അവര് പേടിച്ച് നോക്കിക്കൊണ്ട് നിന്നത് പൂച്ചയുടെ പുറകെ നിർത്തൻ ചാടി വന്ന് മണി പിടിച്ച് ബാസ്കറ്റിലേക്ക് ഇടുന്നു. അങ്ങനെ ഗെയിം തീർന്ന് ആ പൂച്ച ഡെഡ് ആകുന്നു.